ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 30ഓളം പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണം നടന്നത് ഹമാസ് മോഡലിൽ. 2023 ഒക്ടോബർ 7 അതിർത്തിക്കപ്പുറത്തുനിന്ന് ഇസ്രായേലിലെത്തി 1600ഓളം പേരെ കൊല്ലുകയും കൊള്ളയും കൊള്ളിവെപ്പും ബലാത്സംഗവും നടത്തുമ്പോൾ ഹമാസിന്റെ കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യം തന്നെയായിരുന്നു. അത് യഹൂദ രാഷ്ട്രത്തിന്റെ സമാധാനം തകർക്കുക എന്നതായിരുന്നു. സമാധാനത്തിൽ നിന്ന് യുദ്ധത്തിലേക്ക് ഇസ്രായേലിനെ വലിച്ചിടുക എന്ന തന്ത്രം കൂടി അതിന് പിന്നിലുണ്ടായിരുന്നു. അബ്രഹാം കരാറുകളിലൂടെ ഇസ്രായേൽ, ഖത്തറും സൗദിയും അടക്കമുള്ള രാജ്യങ്ങളോട് പോലും നല്ല ബന്ധമുണ്ടാക്കുകയും ലെബനനും ഈജിപ്തും അടക്കമുള്ള അയൽ രാജ്യങ്ങളോട് കൂടുതൽ ഊഷ്മളമായ ബന്ധമുണ്ടാക്കുന്നതിനും ഇടയിലാണ് ഒക്ടോബർ 7 ആക്രമണം ഉണ്ടായത്. ഇതോടെ ഗസയിൽ വീണ്ടും യുദ്ധം തുടങ്ങി. 1,00,000-ഓളം പേർ കൊല്ലപ്പെട്ടു. രാജ്യത്തിന്റെ മാത്രമല്ല പശ്ചിമേഷ്യയുടെ മൊത്തത്തിലുള്ള സമാധാനവും അതോടെ നഷ്ടമായി. സമാനമായ തന്ത്രം തന്നെയാണ് പാക് കേന്ദ്രീകരമായ ലഷ്കർ ഇ തോയ്ബയുടെ ബി ടീമായി അറിയപ്പെടുന്ന ദി റെസിഡന്റ് ഫ്രണ്ട് എന്ന സംഘടനയുടെയും. പാകിസ്ഥാൻ സാമ്പത്തികമായി തകരുമ്പോൾ ഇന്ത്യ അഭിവൃദ്ധിയിലേക്ക് കുതിക്കുക തന്നെയാണ്. കാശ്മീരിലടക്കം സമാധാനം പുലർന്നു കഴിഞ്ഞു. ഇന്ത്യയുടെ ശത്രുക്കൾ ആഗോള വ്യാപകമായി കൊല്ലപ്പെടുന്നു. പാകിസ്ഥാനിൽ വെച്ച് പോലും ഇന്ത്യയുടെ ശത്രുക്കൾ അജ്ഞാതരാൽ കൊല്ലപ്പെടുകയാണ്. ഇങ്ങനെ വിജയിച്ചു നിൽക്കുന്ന ഇന്ത്യയുടെ കീർത്തി കളയുകയും കാശ്മീരിനെ അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതുമായി ബന്ധപ്പെട്ട് വലിയ കലാപമാണ് പാക് ഭീകരർ ജമ്മു കാശ്മീരിൽ പ്രതീക്ഷിച്ചത്. എന്നാൽ അതൊന്നും ഉണ്ടായില്ല. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലും അത്യാവശ്യം നല്ല പങ്കാളിത്തമുണ്ടായി. ഇതോടെ ഭീകരതയെ കാശ്മീരിന്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിഞ്ഞുവെന്നാണ് നമുക്ക് തോന്നിയിരുന്നത്. കശ്മീർ ഏറ്റവും ശാന്തമായ കാലത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. ഒരു കാലത്തൊക്കെ അവിടെ നിന്ന് തുടർച്ചയായ ആക്രമണങ്ങളുടെ വാർത്തയായിരുന്നു നമ്മുടെ പത്രത്താളുകളിൽ ഉണ്ടായിരുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് പ്രവാഹത്തിനാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി കശ്മീർ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 2024 മെയിലെ കണക്കനുസരിച്ച് 4 മാസത്തിനിടയിൽ മാത്രം 10 ലക്ഷം സഞ്ചാരികളാണ് ഭൂമിയിലെ സ്വർഗമെന്നറിയപ്പെടുന്ന ഈ നാട് കാണാനെത്തിയത്. മുമ്പത്തെ 4 മാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ മാത്രം 61% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. കശ്മീർ ടൂറിസം ഡയറക്ടർ രാജ യാക്കൂബ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കശ്മീർ ടൂറിസം മേഖലയിലേക്ക് കൂടുതൽ സ്വകാര്യ നിക്ഷേപങ്ങൾ എത്തിക്കാനും ശ്രമം തുടങ്ങിയിരുന്നു. ഇതിനായി രാജ്യത്തകത്തു നിന്നും പുറത്തുമുള്ള നിക്ഷേപകരുടെ സംഗമങ്ങൾ നടത്താനും വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുമായി വിദേശ രാജ്യങ്ങളുടെ ഇന്ത്യൻ അംബാസഡർമാരെ പങ്കെടുക്കുന്ന പരിപാടികളും നടത്താൻ തീരുമാനമായിരുന്നു. ഗുൽമാർഗ് ഗൊണ്ടേല മാതൃകയിൽ കൂടുതൽ കേബിൾ കാർ പദ്ധതികൾ ആരംഭിക്കുമെന്നും ഇതിനായുള്ള ഭൂമി ഏറ്റെടുക്കലുകൾ ഉൾപ്പെടെ പദ്ധതികൾ പുരോഗമിക്കുകയാണെന്നും രാജ യാക്കൂബ് കൂട്ടിച്ചേർത്തിരുന്നു. ടൂറിസം രംഗത്ത് കശ്മീർ ഒരു കുതിച്ചുചാട്ടത്തിനൊരുങ്ങുമ്പോഴാണ് ഭീകരാക്രമണം ഉണ്ടാകുന്നത്. ടൂറിസ്റ്റുകളെയാണ് ഭീകരർ ലക്ഷ്യമിട്ടതും. കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കുന്നതിനിടെ കർണാടകയിലെ ഷിവമോഗ സ്വദേശിയെ മഞ്ജുനാഥ് കൊല്ലപ്പെട്ടത് നാടിന്റെ തന്നെ നൊമ്പരമായി മാറുകയാണ്. ആക്രമണത്തിന്റെ ഭീകര നിമിഷങ്ങളിൽ നിന്നും മുക്തമായിട്ടില്ല മഞ്ജുനാഥിന്റെ ഭാര്യ പല്ലവിയും. മകന്റെയും തന്റെയും കൺമുമ്പിൽ വെച്ചാണ് മഞ്ജുനാഥിനെ അക്രമികൾ കൊല്ലപ്പെടുത്തിയതെന്ന് പല്ലവി ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അക്രമികൾ ഹിന്ദുക്കളെ ലക്ഷ്യമിടുന്നതായി തോന്നിയതായി പല്ലവി പറയുന്നു. 3-4 പേർ ഞങ്ങളെ ആക്രമിച്ചു. എന്റെ ഭർത്താവിനെ നിങ്ങൾ കൊന്നില്ലേ, എന്നെയും കൊല്ലൂ എന്ന് പറഞ്ഞു. നിന്നെ കൊല്ലില്ല, പോയി മോദിയോട് പറയൂ എന്നാണ് അവരിൽ ഒരാൾ മറുപടി നൽകിയത്. ഇതൊരു ദുസ്വപ്നം പോലെയാണ് ഇപ്പോഴും തോന്നുന്നത്. പ്രദേശവാസികളെ 3 പേരാണ് തങ്ങളെ രക്ഷിച്ചതെന്നും പല്ലവി വ്യക്തമാക്കുന്നു. ഭീകരാക്രമണത്തെ തുടർന്ന് പ്രദേശത്ത് നിരവധി വിനോദസഞ്ചാരികൾ കുടുങ്ങിയിട്ടുമുണ്ട്. ഭീകരാക്രമണത്തിൽ 20-ലധികം പേർ കൊല്ലപ്പെട്ടതായിരുന്നു പ്രാഥമിക നിഗമനം. മരണസംഖ്യ സംബന്ധിച്ച് ഔദ്യോഗിക കണക്കുകൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല.